Hey, so what's up guys, how do you welcome back to new video മച്ചാമാരെ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് മൈൻഡ് ക്രാഫ്റ്റ് ആയിട്ടാണ് സുഹൃത്തുക്കളെ. ബൈ ദ ബൈ ഇന്ന് നമ്മളൊരു ലെറ്റ്സ് പ്ലേ സീരീസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. സോ ഇനി ഈ ഒരു വേൾഡിലായിരിക്കും ഗൈസ് നമ്മൾ എന്തൊക്കെ നമ്മുടെ സാമ്രാജ്യം കെട്ടി തകർത്ത് തിമർത്ത് കുടിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ ഒന്നും പറയാനില്ല. പിന്നെ ഇതിൻ്റെ പുതിയ സ്കിന്നാണ് ഗൈസ്, നമ്മുടെ സ്റ്റീവിൻ്റെ സ്കിന്ന് തന്നെ ചെരിച്ച് വെച്ചെന്നേ ഉള്ളൂ ഗൈസ്. ഓക്കെ ഇത് ഓക്കെ കൈയുടെ ഭാഗമാണ് നമ്മുടെ തല. അപ്പം ഗൈസ് എന്തായാലും നമുക്ക് നേരെ വീഡിയോ ഇട്ട് പോകാം. ആൻഡ് എൻ്റെ ചാനൽ ഏതെങ്കിലും കൂടെ ആദ്യമായിട്ട് കാണുന്നേ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ഗൈസ്, സബ്സ്ക്രൈബ് അടിച്ച് പൊട്ടിക്കാനായിട്ട് മറക്കലും സുഹൃത്തുക്കളെ. ആൻഡ് ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാണ്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഡു ലൈക്ക്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇട്ട് കിടക്കാം. കേസ് എന്തായാലും ഇപ്പോൾ രാത്രി ആവുമെന്ന് തോന്നുന്നു സുഹൃത്തുക്കളെ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് കൈ കൊണ്ട് ഒരു ഇച്ചിരി മരത്തിനെ നമ്മൾ അടിച്ച് പൊട്ടിക്കുന്നുണ്ട് സുഹൃത്തുക്കളെ. ആൻഡ് നമുക്ക് പെട്ടെന്ന് തന്നെ ബെഡാക്കാനായിട്ട് വൂളും കാര്യങ്ങളൊക്കെ തന്നെ വേണം. ഓക്കെ, നമുക്ക് എന്തായാലും വൂള് കണ്ടുപിടിക്കാനായിട്ട് പോകണ്ട. ഇവിടെ തന്നെ കണ്ടായിരുന്നു കേസ്, ഇവിടെ നമ്മുടെ ആ ഒരു പട്ടി വന്നിട്ട് നമ്മുടെ ഷീപ്പ് ഇവിടെ അടുത്തുണ്ടായിരുന്ന ഒരു ഷീപ്പിനെ കടിച്ച് വറച്ചതിൻ്റെ ഇതിട്ടിട്ടുണ്ട് കേസ്. ഓക്കെ, ഷീപ്പൊക്കെ ഇവിടെ തന്നെ സ്പോൺ ആവുമെന്ന് എനിക്ക് തോന്നുന്നു, അറിഞ്ഞൂടാ. ആൻഡ് ഇവിടെ ബെറീസ് ഉണ്ട് കേസ്. എന്തായാലും നല്ലൊരു മാപ്പാണെന്ന് എനിക്ക് തോന്നുന്നത്. ബെറീസൊക്കെ നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ബെറീസ് നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട് സുഹൃത്തുക്കളെ, കാരണം തിന്നാനായിട്ടൊന്നും ഇല്ലടേ. പിന്നെ ഈ ഒരു ബെറീസിൻ്റെ അടുത്ത് പോയിട്ടുണ്ടെങ്കിലും ഒരു ചെറിയ സീനാണ്, ഈ സീൻ കോൺട്ര ആവും. ഓക്കെ, അതുകൊണ്ടാണ് ഗൈസ്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കൊരു ഷീപ്പിനെ കണ്ടുപിടിക്കണം ഗൈസ്. ഓക്കെ, സോ നമുക്ക് എന്തായാലും ഈ ഒരു കോഴിനെ നമ്മൾ തട്ടിയിട്ടുണ്ട് സുഹൃത്തുക്കളെ, കാരണം വേറെ ഗൈസ് അത്രേ ഉള്ളൂ, വേറെ ഒന്നും തിന്നാനില്ലടേ. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ ഇതും കൂടെ നോക്കണ്ടേ. പിന്നെ ഗെയിം എന്തോ ഒരു സ്റ്റക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാ പറ്റിയതാ ഇങ്ങനെ? ഇത്ര നേരം ഒരു കുഴപ്പമില്ലായിരുന്നു, ഇപ്പം സ്റ്റക്കാവൽ തുടങ്ങിയിടേ ഗൈസ്. എന്തിരടേ ഇത്? ഒന്ന് മനസ്സമാധാനത്തിൻ്റെ കളിക്കാൻ വിടുവോ ഗൈസ്? ഇവിടെ ചിക്കൻ ഉണ്ട് ഗൈസ്, കുറേ ചിക്കൻ. ഓക്കെ, എടുത്തോ, ചത്താലും കുഴപ്പമില്ല, എടുത്തോ. ഓക്കെ. അപ്പം നമ്മളെന്തായാലും സുഹൃത്തുക്കളെ ഇവിടുന്ന് പോവേണ്ടതായിട്ടുണ്ട് ഗൈസ്, കാരണം ഇവിടെ നമുക്ക് വീട് വെച്ച് കെട്ടാനായിട്ടുള്ള ഒരു നല്ലൊരു സ്ഥലമല്ല. ഓക്കെ, നല്ലൊരു പ്ലെയിൻസ് അല്ല, പ്ലെയിൻസിൽ നമുക്ക് വീട് വെച്ച് കെട്ടണം. അതന്നെ എനിക്കിഷ്ടം. പ്ലെയിൻസിനകത്ത് പോകുന്നതാണ് ഗൈസ് എനിക്ക് കൂടുതലും ഇഷ്ടം. ഓക്കെ, അപ്പോൾ തന്നെ നമുക്ക് പ്ലെയിൻസിനകത്ത് പോകാൻ താണ്ടെ തൊട്ട് ഇപ്പോഴത്തെ ഒരു ഷീപ്പ് സ്പോൺ ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ആ ഒരു ഷീപ്പിനെ പോയിട്ട് കൊല്ലാം ഗൈസ്. കൊന്നിട്ട് ആ ഒരു ഷീപ്പിൻ്റെ വൂട് നമുക്ക് എടുത്തിട്ട് വേണം നമുക്ക് ബെഡാക്കാനായിട്ട്. ഓൾറെഡി 3 വേണം ഗൈസ് നമുക്ക്. നമ്മുടെ കയ്യിൽ ഓൾറെഡി ഒരെണ്ണം ഉണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ എന്തായാലും 2 ആവാനായിട്ട് ഇതും കൂടെ ഒരെണ്ണം ഉണ്ടെങ്കിൽ ഓക്കെ സെറ്റായി. നമുക്കപ്പം 2 വൂള് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു വൂളും കൂടെ വേണമെങ്കിൽ നമുക്ക് സേഫായിട്ട് രാത്രി സ്കിപ്പ് ചെയ്യാനായിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും പെട്ടെന്ന് നമുക്കൊരു ഷീപ്പിനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ പോകുന്നതും കാര്യങ്ങൾ തന്നെ ഉണ്ട്. അപ്പോൾ ഇവിടെ കുറേ മരവും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ ടൂൾസും കാര്യങ്ങളൊക്കെ തന്നെ ആക്കിയിട്ടില്ല നമ്മുടെ ടൂൾസിൽ. ഓക്കെ, ദാണ്ട് ഇവിടെ ലാവ ഉണ്ട് ഈസ്. ഓക്കെ, ലാവ നമ്മളിപ്പം അറിയാണ്ട് ആ ഒരു ലാവയിൽ പെട്ടാൻ ഈസ്. ലാവയിൽ പെട്ട പിന്നെ വച്ചാനെ തീർന്ന്. ദാണ്ട് അവിടെ ഒരു ഷീപ്പിനാണ് ഈസ്. എന്തിന്? ഈസ് അത് ഷീപ്പല്ല ഈസ്, വൈറ്റ് വോക്കായിരുന്നു ഈസ് അത്. ഓക്കെ, ഞാൻ ഷീപ്പിനെ പോലെ ഈസ് കണ്ടത്. അപ്പോൾ എന്തായാലും വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാണ്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഡു ലൈക്ക് ഗൈസ് പ്ലീസ്. എല്ലാവരും ഒറ്റ സ്നാപ്പിന് എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് പൊട്ടി ഗൈസ്. മരണമാസാക അത്രേ ഉള്ളൂ മച്ചാനെ, പൊളി. അപ്പം ഗൈസ് എന്തായാലും നമ്മൾ ഒരു പ്ലെയിൻസ് ബയോം കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു യാത്രയിലാണ് സുഹൃത്തുക്കളെ. അപ്പം എന്തായാലും നമുക്ക് ആ ഒരു യാത്രയുടെ നടുക്ക് ഷീപ്പിനെ കിട്ടിയാൽ അത്രയും നല്ലത്. പിന്നെ നമ്മളൊരു വലിയ ഫോറസ്റ്റിലാണ് ഉള്ളത്. എന്താണ് ഗൈസ്, ഇപ്പം തൊട്ടിവിടെ ഒരു കോളുണ്ട്, കേവുണ്ട്. നമുക്കിപ്പോൾ ഒന്നും അങ്ങോട്ടേക്ക് പോകണ്ട, നമുക്കിപ്പം ഒരു സ്റ്റാർട്ടർ ബേസൊക്കെ പണിതൊക്കെ സെറ്റാക്കി അവിടെ നിന്നേക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മളാണെന്നുണ്ടെങ്കിൽ പൊക്കോണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ ഒരിച്ചിരി ഡാമേജ് ആയി ഗൈസ്, നോ പ്രോബ്ലം, അത് കുഴപ്പമൊന്നും ഇല്ല. ഓക്കെ ഗൈസ്, എന്തായാലും നമുക്ക് പൊക്കോണ്ടാണ് ഈ ഇരിക്കുന്നത്. ഓക്കെ ഗൈസ്, ഇവിടെ ഒരു കവ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഈ ഒരു കവിനെയും കാര്യങ്ങളൊക്കെ തന്നെ അടിച്ച് ഇതിൻ്റെ മാംസവും കാര്യങ്ങളൊക്കെ തന്നെ കൊണ്ടുപോകാം. നമുക്ക് തിന്നാനായിട്ടൊന്നുമില്ല ഗൈസ്. ബീഫെങ്കിലും തിന്നാലോ. ബീഫ് വറുത്ത് തിന്നിട്ടുണ്ടെങ്കിൽ 4 ഫുഡിൻ്റെ ആ ഒരു ബാറാണ് കൂടി പോകുന്നത്. ഓക്കെ ഗൈസ്, ഫൈനലി നമ്മളൊരു പ്ലെയിൻസും കാര്യങ്ങളൊക്കെ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ബൈ ദ വേ എനിക്ക്
സെറ്റിങ്സ് ഒന്ന് മാറ്റണം സുഹൃത്തുക്കളെ. നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റത്തില്ല എൻ്റെ ലൈഫ്, ഹാർട്ട്, പിന്നെ എൻ്റെ ആ ഒരു ഹംഗ്രി ലെവലും കാണാനായിട്ട് പറ്റത്തില്ല. അതൊന്ന് കാണുന്ന പോലെ സെറ്റാക്കി വെക്കാം. ഓക്കെ ഗൈസ്, ഇപ്പം നിങ്ങൾക്ക് ക്ലീനായിട്ട് കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മുടെ ഹാർട്ടിൻ്റെ ഇതും പിന്നെ ഹംഗ്രി ലെവലും. ഓ ഗൈസ്, തൊട്ടപ്പുറത്തൊരു വില്ലേജ് ഞാൻ കണ്ടിരിക്കുന്നു സുഹൃത്തുക്കളെ. ലെറ്റ്സ് ഗോ ബോയ്സ്, ലെറ്റ്സ് ഗോ. നമുക്ക് സ്വന്തമായിട്ട് ഒരു വില്ലേജും കാര്യങ്ങളും തന്നെ കിട്ടിയിട്ടുണ്ട് മച്ചനെ. ഇത് എന്തായാലും നല്ലൊരു വേൾഡും കാര്യങ്ങളൊക്കെ തന്നെ ആണ് മച്ചനെ. പൊളി. നമുക്ക് സ്വന്തമായിട്ട് ഒരു വില്ലേജും കാര്യങ്ങളും തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇപ്പം ഓടാനായിട്ട് പറ്റുന്നില്ല ഗൈസ്, കാരണം നമ്മുടെ ഹംഗ്രി ലെവൽ ഇപ്പം കുറവാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾക്ക് പ്ലെയിൻസിൽ തന്നെ ഒരു നല്ലൊരു വില്ലേജിനെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും ആ ഒരു വില്ലേജിനകത്ത് പോവാം. ഓക്കെ, വില്ലേജിനകത്ത് പോയിട്ട് അവിടെ ഏതെങ്കിലും ഷെൽട്ടറിൽ നമുക്ക് താമസിക്കാം. എന്തായാലും നമുക്ക് നമ്മുടെ ഒരു ബേസും കാര്യങ്ങളും ഇതിനെ കെട്ടാനായിട്ടുള്ളൊരു റീസോഴ്സ് കളക്ട് ചെയ്യുന്നോടം വരെ നമുക്ക് എന്തായാലും അവിടെ തങ്ങാം ഗൈസ് ഇന്ന്. സോ അപ്പോൾ എന്തായാലും നമുക്ക് ഓടാനുള്ള ശേഷിയില്ല. അവിടെ വല്ലതും ഫർണിച്ചറൊക്കെ ഓൾറെഡി ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ്. ഉണ്ടെങ്കിൽ ഞാൻ അത് യൂസ് ചെയ്യും, ഇല്ലെങ്കിൽ പുതിയതാക്കണം ഗൈസ്. പിന്നെ എന്താക്കാൻ പറ്റും. ഓക്കെ ഗൈസ്, എന്തായാലും നമുക്ക് നല്ലൊരു വേൾഡ് തന്നെ ഗൈസ് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഇത് റാൻഡം സീഡാണ് ഗൈസ്. ഓക്കെ, ഈ ഒരു വേൾഡിൻ്റെ ഇത് റാൻഡം സീഡാണ് ഗൈസ്. ഓക്കെ, നടുക്ക് അങ്ങനെ വരും, അത് കാര്യമാക്കണ്ട. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ഓ മൈ ഗോഡ് ഗൈസ് വില്ലേജേഴ്സിൻ, ഓ മൈ ഗോഡ് ഗൈസ്, സോംബി അത്ര ഉള്ളൂ അച്ഛനെ, അത്രേ ഉള്ളൂ. നമ്മുടെ ഗോളമന്ന സെറ്റാക്കി ഗൈസ് എല്ലാത്തിനെയും. ഇവിടെ വില്ലേജിൻ്റെ കൂടുതൽ റഷുള്ള സ്ഥലത്തിലേക്ക് വരുമ്പം ഒരിച്ചിരി പണി പാളും ഗെയ്സ്, കാരണം ഗെയിം ഒരിച്ചിരി സ്റ്റക്കാവൽ ഒരിച്ചിരി കൂടുതലാണ് ഗെയിമിന്. ഓക്കെ, എന്തായാലും കറക്റ്റ് രാത്രി ആവുന്ന ടൈം ഗെയ്സ്, കറക്റ്റ് നമ്മളെന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഒരു വില്ലേജിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ റീസ്പോൺ പോയിൻറ്റും കാര്യങ്ങളൊക്കെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചുമ്മാ ആ ഒരു ഷീപ്പിനെയും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ കൊന്നു ഗൈസ്, കാരണം നമുക്ക് ഓൾറെഡി ഇവിടെ കുറേ ബെഡും കാര്യങ്ങളും തന്നെ ലഭിക്കും ഗൈസ്. ചുമ്മാ കൊന്നു. ആൻഡ് ഇവിടെ വീറ്റും ബീട്രൂട്ടും ഒക്കെ ഉണ്ട് ഗൈസ്, നമുക്ക് ഇതെല്ലാം എടുത്തുകൊണ്ട് പോകണം. ഓക്കെ, ആൻഡ് പോകുന്നില്ല ഗൈസ്, ഇത് നമ്മുടെ ഇവിടെ തന്നെ ആയിരിക്കും നമുക്ക് ഇനി താമസിക്കാനായിട്ട് പോകുന്നത് നമ്മൾ ഒക്കെ. എന്തായാലും നമുക്ക് ഈ ഒരു രാത്രി സ്കിപ്പ് ചെയ്യാം. ഓക്കെ ഗൈസ്, അങ്ങനെ ഈ ഒരു രാത്രി നമ്മൾ സ്കിപ്പും കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ നമ്മുടെ ആ ഒരു ബേസും കാര്യങ്ങളൊക്കെ തന്നെ ബിൽഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നതാണ്ട് ആ ഒരു പ്ലെയിൻസിലാണ് ഗൈസ്. അവിടെ നല്ല രീതിക്ക് തന്നെ നല്ലൊരു പ്ലെയിൻസ് ആണ് ഈസ് അവിടെ ഉള്ളത്. സോ എന്തായാലും നമുക്ക് അങ്ങോട്ടേക്കൊന്ന് പോകാം. പിന്നെ അവിടെ ഒരു കാർഡുണ്ടെന്നേ ഉള്ളൂ, നമുക്കത് പെട്ടെന്ന് തന്നെ കയ്യിൽ നിന്ന് ശരിയാക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ ഈസ്. സോ എന്തായാലും നമുക്ക് അധികം ദൂരോട്ടും അല്ല അധികം അടുത്തോട്ടും അല്ലാത്ത രീതിയിൽ നമുക്ക് ഇവിടെ നല്ലൊരു പ്ലെയിൻസ് ആണ് ഈസ് ഉള്ളത്. ഇവിടേക്ക് നമ്മൾ പണിത മോനെ സെറ്റ് നമുക്ക് വേണ്ടി പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു പ്ലെയിൻസിനെ പോലെയാണ് ഈസ് ഒരു പ്ലെയിൻസ് ഉള്ളത്. സോ എന്തായാലും നമുക്ക് ഇപ്പം ഇവിടെ കാർഡൊക്കെ ഈസ്, ഇവിടെ കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് വെട്ടി ക്ലീൻ ആക്കാം. ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, കാർഡൊക്കെ ഇപ്പം തന്നെ വെട്ടി ക്ലീൻ ആക്കണ്ടേ, നമുക്ക് നമ്മൾ തന്നെ ഒരു ഇച്ചിരി ചെസ്റ്റും ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ ബിൽഡ് ചെയ്തെടുക്കാം. ആൻഡ് ഈസ് നമ്മുടെ അടുത്തുള്ള ഇതിൻ്റെ ഒരു സീഡുണ്ട് ഈസ്, ഇതിൻ്റെ ഒരു സീഡ് എടുത്തുകൊണ്ട് വന്നായിരുന്നു. സോ എന്നാൽ ഈ ഒരു സീഡ് നമുക്ക് എന്തെങ്കിലും ഇവിടെ നട്ട് വെക്കാടേ. ഓക്കെ, ഈ ഒരു മരത്തിൻ്റെ ഓക്കൊണ്ട് ഈ ഒരു മരം ഭയങ്കര വുഡ് നമുക്ക് തരും. ഓക്കെ, ഒരു പ്ലാന്റായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കിട്ടത്തില്ല. സോ നമുക്ക് 4 എണ്ണം ഒരുമിച്ച് പ്ലാന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വലിയ മരം വരും. അതിനകത്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ മൊത്തം കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റാക്കിൻ്റെ മേലെ നമുക്ക് ആ ഒരു മരത്തിൽ നിന്ന് വുഡ് കിട്ടുന്നതായിരിക്കും. അങ്ങനെ നമുക്ക് വുഡിൻ്റെ ഒരു ക്ഷാമവും ഇല്ല ഏസ്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മരത്തിന് ഒരു ഇതുണ്ടെങ്കിലും മതി ഏസ്, എടുത്തുകൊണ്ട് വന്നാൽ മതി. പിന്നെ അത് തന്നെ നമുക്ക് കട്ട് ചെയ്ത് അതിൻ്റെ ലീവ്സൊക്കെ വന്നിട്ട് അങ്ങനെയൊക്കെ സെറ്റാക്കിയാൽ മതി. ഓക്കെ, ഇപ്പം നമ്മൾ എന്തായാലും നമ്മളെ കയ്യിലുള്ള ആ ഒരു 12 ചെയ്യാനായിട്ട് പറ്റും, 12 വുഡ് ചെയ്യാനായിട്ട് പറ്റും. അതിന് നമ്മളൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ ചെയ്തു, അതോടൊപ്പം തന്നെ ഒരു 4 സ്റ്റിക്ക് ചെയ്തു. ഈ സ്റ്റിക്ക് ഗൈസ് ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ താണ്ടി ഇവിടെ പ്ലേസ് ചെയ്യാം. ആൻഡ് ക്രാഫ്റ്റിംഗ് ടേബിളിനകത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വുഡ് ആൻഡ് പിക്കാക്സ് നമുക്ക് സെറ്റാക്കാനായിട്ട് പറ്റും. വുഡ് ആൻഡ് പിക്കാക്സ്, അപ്പം നമ്മൾ എന്തായാലും വുഡ് ആൻഡ് പിക്കാക്സിനകത്ത് നിന്ന് പോയിട്ട് നമുക്ക് ഒരു ഇച്ചിരി സ്റ്റോൺ വേണോടെ. അപ്പോൾ സ്റ്റോണും കാര്യങ്ങളും തന്നെ നമുക്ക് മൈൻ ചെയ്യാനായിട്ട് പോകണം സുഹൃത്തുക്കളെ. ആൻഡ് പെട്ടെന്ന് നമുക്കൊരു ഫർണേസും കാര്യങ്ങളൊക്കെ തന്നെ ആക്കിയിട്ട് നമ്മുടെ കയ്യിലുള്ള 2 ബീഫും കാര്യങ്ങളൊക്കെ തന്നെ ചുട്ടി കഴിക്കണം, എന്നാലും നമുക്കിപ്പം ഓടാനായിട്ട് പവറും കാര്യങ്ങളൊക്കെ തന്നെ കിട്ടത്തുള്ളൂ. സോ അപ്പോൾ എന്തായാലും ആ ഒരു കാര്യം നമുക്ക് നോക്കണം ഗൈസ് പെട്ടെന്ന് തന്നെ. അപ്പോൾ എന്തായാലും ഞാൻ കുഴിച്ചുകൊണ്ട് നിൽപ്പുണ്ട്, ഇതൊക്കെ ഡേർട്ടാണ് ഗൈസ്, അതുകൊണ്ടാണ് നമ്മളിപ്പോൾ കുഴിച്ചുകൊണ്ട് നിൽക്കുന്നത്. എന്താണ് സ്റ്റോണൊക്കെ വരാനായിട്ട് തുടങ്ങി ഗൈസ്. ഇനി നമുക്ക് നമ്മുടെ ആ ഒരു പിക്കാക്സ് എടുത്തിട്ട് നമുക്ക് സ്റ്റോണും കാര്യങ്ങളൊക്കെ തന്നെ മൈൻ ചെയ്യാനായിട്ട് തുടങ്ങാം. ഏകദേശം നമുക്ക് ഒരു ഇതിനകത്ത് നിന്ന് ഒരു വുഡ് ആൻഡ് പിക്കാക്സിനകത്ത് നിന്ന് നമുക്ക് ഏകദേശം 60 സ്റ്റോൺസ് കിട്ടും ഗൈസ്. ഓക്കെ, ആ ഒരു 60 സ്റ്റോൺസ് നമുക്ക് കളക്ട് ചെയ്തുകൊണ്ട് പോവാം നമ്മൾ ചത്തില്ലേൽ. അപ്പോൾ എന്താ നമ്മൾ ഈ ഒരു വുഡ് ആൻഡ് പിക്കാക്സ് പൊട്ടുന്നോടം വരെയും ആ ഒരു 60 സ്റ്റോൺ കളക്ട് ചെയ്തതിന് ശേഷം കാണാം ഗൈസ്.
ഓക്കെ ഗൈസ്, ഫൈനലി നമ്മളത് മൊത്തം കളക്ട് ചെയ്തതിന് ശേഷം ആ ഒരു വുഡ് ആൻഡ് പിക്കാക്സ് മൊത്തം പൊട്ടുന്ന രീതിയിൽ മൊത്തം മൈൻ ചെയ്തിട്ട് 60 സ്റ്റോൺസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഈ ഒരു 60 സ്റ്റോൺസ് നമുക്ക് പെട്ടെന്ന് കൊണ്ടുപോയതിന് ശേഷം ഒരു ഫർണേസും കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് ആക്കാം ഗൈസ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരു ഫർണേസ് നമുക്ക് ആക്കാനായിട്ട് പറ്റും. ഓക്കെ, നമ്മളെന്തായാലും ഒരു ഫർണേസും കാര്യങ്ങളും തന്നെ ഇത്ര പെട്ടെന്ന് ആക്കി കഴിഞ്ഞിട്ടുണ്ട് സുഹൃത്തുക്കളെ. ആൻഡ് നമ്മുടെ ഈ ഒരു ഫർണേസിൻ്റെയും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ വെച്ചിട്ടുണ്ട്. ആൻഡ് ഫർണേസിൻ്റെ അകത്ത് നമ്മുടെ കയ്യിലിപ്പോൾ കൂടുതലുള്ളത് നമ്മുടെ ഇതാണ് ഈസ് റോ മട്ടനാണ് ഈസ്. അപ്പം മട്ടനാണ് കൂടുതലുള്ളത്, അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും മട്ടൻ വെച്ചിട്ടുണ്ട്. ആൻഡ് നമ്മുടെ കയ്യിൽ കത്തിക്കാനായിട്ടുള്ള വുഡ് ഈസ് 3 വുഡ് ഉണ്ടായിരുന്നു, അത് വെച്ചിട്ടുണ്ട്. മച്ചാനെ പൊളി 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 അമ്മേ സോറി. ഓക്കെ ഗൈസ്, എന്തായാലും നമുക്കൊരു ബെഡ് ആക്കാം ഗൈസ്. ബെഡ്. അപ്പം എന്തായാലും ഇവിടെ ബെഡ് ഉണ്ടാവും, അന്നത്തിനെ പിന്നെ ആക്കണ്ടേന്ന് വിചാരിക്കും. പക്ഷേ ചുമ്മാ എന്നത്തിന് ഗൈസ്, വില്ലേജറുടെ അല്ലേ. പിന്നെ നമ്മൾ ബെഡൊക്കെ അവരുടെ പറിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഈ വില്ലേജ് വിട്ടിട്ട് വില്ലേജേഴ്സ് മാറിപ്പോകും ഗൈസ്. അതുകൊണ്ട് തന്നെ ഒരു വില്ലേജിനകത്ത് പിന്നെ വില്ലേജേഴ്സ് കാണത്തില്ല ഗൈസ്. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ആ ഒരു ബെഡൊക്കെ തള്ളിപ്പൊട്ടിച്ച് ശല്യപ്പെടുത്തൂലാത്ത. ഓക്കെ ഗൈസ്, അപ്പം തന്നെ നമുക്ക് മരത്തിന് ഒരിച്ചിരി വെട്ടിക്കൊണ്ട് വരാനായിട്ട് പോകണമായിരുന്നു. പക്ഷേ ഗൈസ് എന്തായാലും ഈ ഒരു മരം ഇവിടെ വേണ്ടടേ. ഓക്കെ, ഇവിടെ ഇരുന്നിട്ട് കുഴപ്പമില്ല. ഞാനോർത്ത് അത് മൈനിങ് ഏരിയ ആയിട്ട് മാറ്റാമെന്ന് വിചാരിച്ചു. ഇനി വേറെ വല്ല പ്ലേസിനകത്ത് നമ്മുടെ മൈനിങ് ഏരിയ ആക്കി എന്താണ്ട് അപ്പുറത്താക്കിയാൽ മതി. ഓക്കെ, അതൊക്കെ ഭാവിയിൽ നമുക്ക് സെറ്റാക്കാനായിട്ട് പറ്റും. ആൻഡ് നമുക്കിപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വുഡിന് നല്ല രീതിക്ക് തന്നെ ക്ഷാമമുണ്ട്. നല്ല രീതിക്ക് തന്നെ ക്ഷാമമുണ്ട്. സോ എന്നാലും നമുക്ക് ഒരു ഫോറസ്റ്റ് കണ്ടുപിടിച്ചിട്ടതിന് ശേഷം നമ്മുടെ ഫോറസ്റ്റ് കണ്ടുപിടിക്കൊന്നും വേണ്ട. നമ്മൾ ആ ഫോറസ്റ്റിൽ നിന്ന് തന്നെയാണ് വന്നേ. സോ എന്തായാലും നമ്മുടെ ഹങ്കർ ലെവൽ ഫുള്ളായിട്ടുണ്ട്. ആൻഡ് ബൈ ദ വേ ഇവിടെ ഹേബേലുണ്ട് ഡേ. എന്നാൽ ഇവിടെ ബൈ ദ വേ ഹേബേലും കാര്യങ്ങളും തന്നെ ഉണ്ട്. നമുക്ക് എന്തായാലും ഹേബേൽ ഉള്ള സ്ഥിതിക്ക് നമുക്ക് ഹേബേലും കാര്യങ്ങളും തന്നെ അവരുടെ എടുത്ത് മാറ്റിയിട്ട് അതിനകത്ത് ബ്രെഡ് ആക്കിയിട്ട് തൽക്കാലത്തേക്ക് നമുക്ക് പിടിച്ച് നിൽക്കാനായിട്ട് ബ്രെഡ് സെറ്റാക്കാൻ പറ്റും. അധികം ഏബേൽ തന്നെ ഉണ്ട് യേസ്. എനിക്കൊന്നും ഇത് ഒരു സ്റ്റാക്കിന് ഏബേലുണ്ടോ? ഇല്ല അത്ര ഒന്നും വരത്തില്ല യേസ്. അതിൽ ഏബേൽ ഇവിടെ ഏകദേശം മൊത്തം ഏബേലുണ്ട്. ആൻഡ് ഈ ഒരു ഏബേലിനെ കട്ട് ചെയ്യാനായിട്ട് ഞാൻ ഈ ഒരു നമ്മുടെ സ്റ്റോൺ ഹൂ ആക്കിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. സോ ആക്കിയിട്ടുണ്ട്. നമ്മൾക്ക് ഇനി എന്തായാലും ഈ ഒരു ഇത് നമുക്ക് മൊത്തം ഒന്ന് അടിച്ച് പൊളിച്ച് സെറ്റാക്കി ഇവിടെ മൊത്തം ക്ലീൻ ആക്കാം ഗേസ് ഈ ഒരു ഹേബേലിനെ. ഓക്കെ, ഏകദേശം ഒരു സ്റ്റാക്കിൻ്റെ അടുത്ത് വന്നായിരുന്നു നമ്മുടെ ആ ഒരു ഹേബേലും കാര്യങ്ങളൊക്കെ തന്നെ. സോ എന്നാലും 52 ഹേബേൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗേസ്. അപ്പോൾ ഏകദേശം ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ ഹേബേൽസിൻ്റെയും കാര്യങ്ങളൊക്കെ നമ്മൾ പൊട്ടിച്ച് കയ്യിലെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിളിൻ്റെ അവിടെ കൊണ്ടുപോയതിന് ശേഷം ബ്രെഡാക്കി മാറ്റണം ഗേസ്. ഓക്കെ, ബ്രെഡാക്കി മാറ്റാം. ഇനി ഏകദേശം ഈ ഒരിടയ്ക്കൊക്കെ നമുക്ക് തിന്നാനായിട്ടുള്ളൊരു ബ്രെഡ് നമുക്ക് ഇതിന് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം ഈ ഒരു ഹേബേലിൽ നിന്ന് വീറ്റാക്കി മാറ്റണം തിരിച്ച്. ഓക്കെ, എന്തായാലും 2 സ്റ്റാക്ക് 3 സ്റ്റാക്ക് വീറ്റും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഇപ്പം തന്നെ കിട്ടിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. സോ എന്തായാലും നമുക്ക് ഏതായാലും ഇപ്പം 5 സ്റ്റാക്കോളം നമുക്ക് ഇത് കിട്ടും ഗൈസ്. 6 സ്റ്റാക്കായി ഗൈസ്. 6.5 സ്റ്റാക്ക് വീറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ബ്രെഡ് ഒരു സ്റ്റാക്കിന് മേലെ ആക്കാം ഗൈസ്. ഓക്കെ, നമുക്ക് ഒരു സ്റ്റാക്കിൻ്റെ മേലെ എത്രയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു 2 സ്റ്റാക്ക് ആക്കാൻ പറ്റുമെന്ന് തോന്നുന്നു ഗൈസ്. പക്ഷേ എനിക്ക് അറിഞ്ഞൂടാ എത്ര കിട്ടുമെന്ന്. സോ എന്തായാലും നമുക്കിപ്പോൾ 25 ആയിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഒരു സ്റ്റാക്കിൻ്റെ മേലെ എന്തായാലും നമുക്ക് ഒരുപാട് നമുക്ക് ബ്രെഡ് ആക്കാനായിട്ട് പറ്റുന്നതായിരിക്കും സുഹൃത്തുക്കളെ. അപ്പോൾ എന്തായാലും മൊത്തമായിട്ട് ഞാൻ ബ്രെഡ് ചെയ്തിട്ടുണ്ട്. ഒരു സ്റ്റാക്കോളം ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നു സുഹൃത്തുക്കളെ. ആൻഡ് താണ്ട് ഇപ്പം 2 സ്റ്റാക്ക് നമുക്ക് കിട്ടി ഗൈസ്. 2 സ്റ്റാക്ക് നമുക്ക് ബ്രെഡ് കിട്ടി. ആൻഡ് 28 ബ്രെഡ് തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ടോട്ടൽ 2 സ്റ്റാക്ക് ബ്രെഡും 28 ബ്രെഡും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ആൻഡ് ഇതൊക്കെ തന്നെ മതി ഗൈസ് നമുക്കിനി ഇവിടുന്ന് സെറ്റാക്കാനായിട്ട്. ആൻഡ് ഗൈസ് ഇനി നമുക്ക് മരം കാര്യങ്ങളൊന്നും തന്നെ ട്രീയും കാര്യങ്ങൾ തന്നെ ഇവിടുന്ന് സെറ്റാക്കി പറിക്കാനായിട്ട് പോകണം ഗൈസ്. അങ്ങോട്ട് ഇച്ചിരി ദൂരെയാണുള്ളത്. പിന്നെ കൂടുതൽ പ്ലെയിൻസ് ആയി ഇത് തന്നെ ഗൈസ് കഷ്ടം. നമുക്ക് ആ ഒരു ട്രീയും കാര്യങ്ങളൊക്കെ തന്നെ കണ്ടുപിടിക്കാനായിട്ട് ദൂരെ വരെ യാത്ര ചെയ്ത് പോകേണ്ടതായിട്ടുണ്ട്. ഗൈസ് അവിടേക്ക് എത്തുമ്പോൾ തന്നെ രാത്രി. എന്തായാലും കുഴപ്പമില്ല, അടുത്ത് തന്നെ ഒരു വീടുണ്ട് ഗൈസ്. ഇവിടെ കയറി കിടന്നുറങ്ങാം. പിന്നെ കൂടുതലും രാത്രി ആവാനായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ പണി പാടും ഗൈസ്. പിന്നെ നമ്മുടെ അടുത്ത് 17 ഡേർട്ട് ഉണ്ട്. ഈ ഒരു വില്ലേജ് മൊത്തം തവിട് പൊടിയായി കിടക്കുന്ന വില്ലേജാണെന്ന് തോന്നുന്നു ഗൈസ്. ഓക്കെ, ഇവിടെ മൊത്തം ആരും ഡിഗ് ചെയ്തിട്ട് അല്ലെങ്കിൽ TNT വെച്ച് പൊട്ടിച്ചാന്ന് ഗൈസ്.
ഓക്കെ, ഇവിടെ മൊത്തം ഇച്ചിരി സേഫ്റ്റി ആക്കിയിടാനായിട്ട് പിന്നെ നമ്മുടെ വില്ലേജേഴ്സിൽ നിന്ന് ഇവിടുന്ന് അവിടേക്ക് പോകാനായിട്ട് ഒരു കുഞ്ഞൊരു പാലം കൂടി ഇവിടെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കൂടുതലും നൈറ്റ് ആവാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മോൺസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ സ്പോൺ ആവും. അതായത് നിങ്ങൾക്കറിയാലോ, സ്കെലിറ്റനും ക്രീപ്പറും നമ്മുടെ സോംബിയും കുറേ പേര് അങ്ങനെ സ്പോൺ ആവുന്നതായിരിക്കും. സ്പൈഡർമാനല്ല സ്പൈഡർ. ഓക്കെ, നമുക്ക് എന്തായാലും ഒരു ആക്സ് പോലും ഇല്ല, നമുക്ക് ഒരു ആക്സ് പോലും ഇല്ല. നമ്മൾ ഇവിടെ മരം കട്ട് ചെയ്യാൻ വന്നു കൊടുത്ത്. സോ നമുക്കിപ്പം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി ചെസ്റ്റ് വേണോടെ ഗൈസ്. ഒരു ഇച്ചിരി ചെസ്റ്റും കാണുന്നത് നമുക്ക് വേണ്ടിയതായിട്ടുണ്ട്. പിന്നെ തന്നെ ഓഫ് ക്യാമറയിലിരുന്ന് കുത്തിയിരുന്ന് എല്ലാം ഗ്രൈൻഡ് ചെയ്ത് ഇച്ചിരി ഇത് ഒപ്പിച്ചോളാം. ഓക്കെ, അത്രയും പണിയൊന്നും അല്ല. പിന്നെ വീഡിയോയിൽ ഒപ്പിക്കുന്നതാണ് ഒരിച്ചിരി കഷ്ടം. കാരണം വീഡിയോ റെക്കോർഡാകുമ്പോൾ തന്നെ ചെറുതായിട്ടുള്ളൊരു ലാഗ് എനിക്ക് അനുഭവപ്പെടുന്നുണ്ട് സുഹൃത്തുക്കളെ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഓഫ് ക്യാമറയിലിരുന്ന് ഞാൻ ഒരിച്ചിരി മരത്തിനെയും കാടുകനെ ഗ്രൈൻഡ് ചെയ്തിട്ട് ഇച്ചിരി കളക്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ചുമ്മാ സാൻഡും കാടുകനെ എടുത്തേക്കാം. പിന്നെ ഇല്ലെങ്കിൽ നമ്മൾ ബേസൊക്കെ കെട്ടിക്കഴിയുമ്പം ബേസിൻ്റെ കണ്ണാടി വെക്കാനായിട്ട് ചില്ല് കണ്ടുപിടിക്കാനായിട്ട് പിന്നെയും ഇതിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെയും ഇതാവാനായിട്ട് എന്നെക്കൊണ്ട് വേല. അതുകൊണ്ട് തന്നെ ഇപ്പം തന്നെ നമുക്ക് ഉണ്ട് ഇത് എടുത്തുകൊണ്ട് പോകാം. ഇത്രയും മാത്രം മതി, കൂടുതലും നമുക്കൊന്നും വേണ്ട. ഓക്കെ, കൂടുതൽ ഗ്ലാസ് ഒന്നും വേണ്ട. ഓക്കെ, 17 ഗ്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 32 ഗ്ലാസ്സൊക്കെ കിട്ടും നമുക്ക്. ഓക്കെ, ഇതൊക്കെ മതി. ആൻഡ് ഇത്രയൊക്കെ മതി, ഇത്രയൊക്കെ വേണ്ട. നമ്മൾ മെയിനായിട്ട് വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെസ്റ്റ് ആക്കാനും പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ബെഡ് ആക്കാനുമാണ് നമ്മൾ മെയിനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്. സോ അപ്പോൾ എന്തായാലും അതിനുള്ള വുഡും കാര്യങ്ങളൊക്കെ തന്നെ നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. നമ്മൾ കൈ കൊണ്ട് തന്നെ അടിച്ച് പൊള്ളിച്ചിട്ടുണ്ട് ഗേസ്. ഇനി നമുക്ക് നേരെ നമ്മുടെ ആ ഒരു ക്രാഫ്റ്റിംഗ് ടേബിളില്ലേ, ആ ഒരു ക്രാഫ്റ്റിംഗ് ടേബിളുള്ള നമ്മുടെ ആ ഒരു ബേസ് കിട്ടുന്ന ആ ഒരു സ്ഥലത്തിലേക്ക് നമുക്ക് ഇനി പോയിട്ട് ബാക്കി കാര്യം ഗൈസ്. ഓക്കെ ഗൈസ്, ഫൈനലി നമ്മൾ നമ്മുടെ ആ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉള്ള സ്ഥലത്തിലേക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ള ഇത് വെച്ച് നമുക്ക് 68 വുഡ്, അതായത് ഒരു സ്റ്റാക്കിന് മേലെ, ഒരു സ്റ്റാക്കും 4 വുഡ് നമുക്ക് സെറ്റാക്കി എടുക്കാനായിട്ട് പറ്റുന്നതാണ്. സോ നമ്മളത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ആൻഡ് നമുക്ക് ഇനിയിപ്പം ഒരു ബെഡ് ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് നമുക്കൊരു രണ്ട് വുഡ് നമുക്ക് രണ്ട് ചെസ്റ്റ് നമുക്ക് സെറ്റാക്കി എടുക്കാനായിട്ട് പറ്റും. ചെസ്റ്റ് താണ്ട് സുഹൃത്തുക്കൾ നമ്മളിവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ആൻഡ് നമ്മുടെ കയ്യിലുള്ള ബെഡും കാര്യങ്ങളൊക്കെ തന്നെ നമുക്കിവിടെ എടുത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. ഫൈനലി നമുക്കിപ്പോൾ സ്റ്റാർട്ടറായിട്ട് എന്തൊക്കെ ആവശ്യമുണ്ട് അതൊക്കെ നമ്മളിവിടെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഗൈസ്, ഈ ഒരു ബെറീസ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരെണ്ണം ആൻഡ് ഒരു 2 എണ്ണം വിട്ട് ഇവിടെ ഒരെണ്ണം, 2 എണ്ണം വിട്ട് ഇവിടെ ഒരെണ്ണം. ആൻഡ് ഗൈസ്, ഇവിടുന്ന് നമുക്ക് ഒരു ഇച്ചിരി ഡയറക്റ്റ് എടുത്തതിന് ശേഷം നമുക്ക് താണ്ട് ഇവിടേക്ക് ഒരു ഇച്ചിരി ഫില്ല് ചെയ്യാം ഗൈസ്. ഓക്കെ, അത് നമുക്ക് പറക്കാനായിട്ട് ഈസി ആവുള്ളൂ ഗൈസ്, പറക്കാനായിട്ട് നടക്കുമ്പോൾ. പിന്നെ ബെറീസൊക്കെ പെട്ടെന്ന് തന്നെ ഇതാവും ഗൈസ്. ഇപ്പം തന്നെ ഈ ഒരു ബെറി മൊത്തം ഫുൾ ഫില്ലായിട്ടുണ്ട്. പിന്നെ ഇത്ര മാറ്റി നട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബെറി എന്ന് പറഞ്ഞത് പറക്കാൻ എളുപ്പമാവും ഗൈസ്. ഓക്കെ, പറക്കാനായിട്ട് എളുപ്പമാവും നമ്മുടെ ബെറിയും കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. എന്തായാലും ഉറപ്പായിട്ട് ഈ ഒരു സീരീസിൻ്റെ 2ാം പാർട്ട് വരുന്നതായിരിക്കും. അപ്പം എന്തായാലും ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാണ്ട് ഇത്ര നേരം കാണുന്നുണ്ടെങ്കിൽ ഡു ലൈക്ക് ഗൈസ്, പ്ലീസ് ഡു ലൈക്ക്. ഓക്കെ, ആൻഡ് എൻ്റെ ചാനൽ ഏതെങ്കിലും കൂടെ ആദ്യമായിട്ട് കാണുന്നതെന്നുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ്. പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് അടിച്ച് പൊട്ടിക്കുക വെച്ചാൽ ഇച്ചിരി ഒരു യൂട്യൂബറിൻ്റെ നിലയ്ക്ക് ആക്കും വെച്ചാൽ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും അടുത്തൊരു ഇതിൻ്റെ 2nd പാർട്ട് വീഡിയോ ആയിട്ട് കാണുന്നോടം വരെയും see you soon guys. Part 2 episode 2 ആയിട്ട് വരുന്നോടം വരെ എല്ലാവരും see you soon guys. Bye.